ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി. ഇനി ബംഗാളിൽ മമതയുടെ കഷ്ടകാലം. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി തൻ്റെ മേധാവിത്വം തുടരുന്ന മമതാ ബാനർജിക്ക് കാലിടിറുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. SIR എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പടനയിച്ച കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ച മമതാ ബാനർജി ഒടുവിൽ ഭൂരിപക്ഷ സമുദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയ പ്രീണനത്തിന് വേണ്ടി പരസ്യമായി ശ്രമിച്ച മമതാ ബാനർജി, ആ മമതാ ബാനർജി അടുത്ത തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തോറ്റമ്പുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനകൾ. വർഗീയ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം പ്രീണനം, അതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പയറ്റിയ വലിയ തന്ത്രം. ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തെ കയ്യിലെടുത്തുകൊണ്ട് നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായി കണ്ടുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മമതാ ബാനർജി ചെയ്തത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി. മറ്റൊന്നുമല്ല, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, SIR. ആരൊക്കെയാണോ യഥാർത്ഥ വോട്ടർമാർ അവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തുകയും യഥാർത്ഥ വോട്ടർമാരല്ലാത്ത കള്ള വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്യുക. ഇതായിരുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIRന്റെ ലക്ഷ്യം. അത് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അത് പശ്ചിമ ബംഗാളിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇതായിരുന്നു മമതാ ബാനർജിയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി. പശ്ചിമ ബംഗാളിൽ SIRമായി വന്നാൽ പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെയും കാലുകുത്താൻ സമ്മതിക്കില്ല. ഇത് മമതാ ബാനർജിയുടെ വെല്ലുവിളിയായിരുന്നു. മമതാ ബാനർജിയുടെ മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിൻ്റെ MLAമാരുടെ വെല്ലുവിളിയായിരുന്നു. ഈ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തുള്ളതാണ് എന്നുള്ളത് ഇടയ്ക്കൊക്കെ മമതാ ബാനർജി മറന്നുപോകുന്നു. ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ബംഗ്ലാദേശികളുടെ പിന്തുണയിൽ, തീവ്രവാദികളായ ബംഗ്ലാദേശികളുടെ പിന്തുണയിൽ ഇന്ത്യ മഹാരാജ്യത്തെ മറിച്ചു കളയാമെന്നും നരേന്ദ്രമോദി ഇപ്പോൾ എടുത്തു മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാമെന്നുമൊക്കെ ഇടയ്ക്ക് മോഹിക്കുന്നതാണ് ഈ മമതാ ബാനർജി. ആ മമതാ ബാനർജി പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ് എന്നുള്ളത് മറന്നുപോയി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR പശ്ചിമ ബംഗാൾ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് പിന്നാലെ കേന്ദ്രം പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞാൽ കേന്ദ്ര സേന ഇനിയും ഇറങ്ങും പശ്ചിമ ബംഗാളിൽ. കേന്ദ്രത്തിൻ്റെ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് പശ്ചിമ ബംഗാളിൽ SIR നടപ്പാക്കും. എതിർക്കാൻ നിന്നാൽ അതിൻ്റെ വിപത്ത് വളരെ ഭയാനകമായിരിക്കും. ഇത് പറഞ്ഞത് കേന്ദ്രമാണ്. ഇത് പറഞ്ഞതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 36 ലക്ഷത്തോളം ആളുകളെ ബംഗാളിൽ കാണാനില്ലതായി. 36 ലക്ഷം പേരെയാണ് കാണാനില്ലതായത്. അനധികൃതമായി താമസിച്ച കുടിയേറ്റക്കാരായ നുഴഞ്ഞുകയറ്റക്കാരായ ഒരു രേഖകളുമില്ലാത്ത റോഹിംഗ്യൻ ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിൽ നിന്ന് കാണാതായി. പല സ്ഥലങ്ങളിലായി ഓടി ഒളിച്ചു. ഇപ്പോഴും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം, അനൗദ്യോഗികമായ കണക്ക് പ്രകാരം 1 കോടി മുതൽ 1.5 കോടി വരെ കള്ള വോട്ടാണ് പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലുള്ളത്. അതായത് കള്ള ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്ത് മമതാ ബാനർജിയെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടി നടത്തിയ കള്ള വോട്ടിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കേന്ദ്ര സർക്കാർ പിടികൂടിയിരിക്കുന്നു. ഇത് ഇനിയും പിടികൂടുമെന്ന് ഭയന്നാണ് SIR എൻ്റെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് മമതാ ബാനർജി പറഞ്ഞത്. പശ്ചിമ ബംഗാളിൽ മാത്രം നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാൻ മമതാ ബാനർജിയുടെ കുടുംബ സ്വത്തല്ല പശ്ചിമ ബംഗാൾ. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനം മാത്രമാണ്. അവിടെ എന്ത് നടപ്പാക്കണമെന്ന് കേന്ദ്രം തീരുമാനിക്കും. അതിന് പിന്നാലെ വലിയൊരു ഫൗൾ പ്ലേ മമതാ ബാനർജി കളിച്ചു. അതാണ് മമതയുടെ ഇപ്പോഴത്തെ വിധി നിർണയിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ
വർഗീയപരമായി ചേരി തിരിച്ച് തൻ്റെ ഒപ്പം നിർത്താനുള്ള ഒരു കളി. അതിന് മമത തെരഞ്ഞെടുത്തത് തൻ്റെ വലം കൈയായ ഹുമയൂൺ കബീറിനെയാണ്. ആ ഹുമയൂൺ കബീർ മുർഷിദാബാദിലെ MLA ആണ്. മുർഷിദാബാദിൽ പുതിയൊരു ബാബ്രി മസ്ജിദ് ഞങ്ങൾ പണിയാൻ പോകുന്നു. യഥാർത്ഥ ബാബ്രി മസ്ജിദിനെ തകർത്തതിൻ്റെ പ്രതികാരമായി പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഞങ്ങൾ ഒരു ബാബ്രി മസ്ജിദ് പണിയുകയാണ്. ഇത് പറഞ്ഞത് ഹുമയൂൺ കബീറാണ്. ഇത് പറഞ്ഞതിൻ്റെ പിന്നാലെ ഡിസംബർ മാസം 6-ാം തീയതി അവിടെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തി. അതുവരെ മമതാ ബാനർജി അതിനെല്ലാം ഒത്താശ ചെയ്തു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. വലിയ സംഘർഷമുണ്ടാകുമെന്ന് പറഞ്ഞു. ഒടുവിൽ കൊൽക്കത്ത ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഈ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വലിയ കലാപത്തിലേക്ക് ഇത് പോകും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും, നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കൊൽക്കത്ത ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു. എന്നിട്ടും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ ഒന്നടങ്കമിറങ്ങി. മുർഷിദാബാദിൽ ഒരു ബാബ്രി മസ്ജിദ് പണിയുകയാണെങ്കിൽ ഞങ്ങളത് തല്ലിപ്പൊളിക്കുമെന്ന് പശ്ചിമ ബംഗാളിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം പറഞ്ഞു. അപ്പോൾ ഏറെക്കുറെ മമതാ ബാനർജി കാര്യം മനസ്സിലായി, ഇത് ഒരു വഴിക്ക് പോവില്ല, ഇത് ഞാൻ വിചാരിച്ചതുപോലെ അത്ര ഈസി ആയിട്ടൊന്നും മുന്നോട്ട് പോകില്ല എന്ന് മമതാ ബാനർജിക്ക് മനസ്സിലായി. മമതാ ബാനർജി പതിയെ ഹുമയൂൺ കബീറിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. ഹിന്ദുക്കളുടെ വോട്ട് വേണമല്ലോ വരും തെരഞ്ഞെടുപ്പിൽ. മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം വെച്ച് പശ്ചിമബംഗാളിൽ ഭരണം പിടിക്കാൻ പറ്റില്ലല്ലോ. തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിയുള്ളൂ. അതാണ് മമത പശ്ചിമബംഗാളിൽ ചെയ്തത്. എന്താണ് തങ്ങളുടെ മുഖ്യമന്ത്രിയുടെ താല്പര്യമെന്നും എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും എന്താണ് തൻ്റെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും മനസ്സിലാക്കിയ പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾക്കിനി മമത വേണ്ട, ഞങ്ങൾക്ക് മമത വേണ്ട, മമതയെ തള്ളിപ്പറയുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളെ ഹിന്ദു സമൂഹം ആട്ടി ഓടിക്കുന്നു. മമതയ്ക്ക് വീഴ്ചയെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടു തുടങ്ങിയിരിക്കുന്നു. വീഴ്ചയെക്കുറിച്ചുള്ള ബോധ്യം ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം ഹിന്ദു വോട്ടുകൾ നേടി, ഹൈന്ദവരുടെ വോട്ടുകൾ കൂടി നേടി അധികാരത്തിൽ തുടർന്ന മമതാ ബാനർജി എന്ന ഒരു മുഖ്യമന്ത്രി അധികാരം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഏറ്റവും ഹീനമായ ന്യൂനപക്ഷ പ്രീണനം, ആ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മാത്രവുമല്ല, ബാബ്രി മസ്ജിദ് അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികളുമായി പശ്ചിമ ബംഗാളിൽ മുന്നോട്ട് പോയാൽ കേന്ദ്രസേന ഇറക്കുമെന്നും SIR-നെ എതിർത്താൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതായത് വന്ദേ മാതരം പാടുന്നവൻ വർഗീയവാദി, നുഴഞ്ഞുകയറ്റക്കാരനും ന്യൂനപക്ഷ പ്രീണകനും യഥാർത്ഥ ജനാധിപത്യവാദി. ഇതാണ് പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ആപ്തവാക്യം. വന്ദേ മാതരം പാടാൻ പാടില്ല. വന്ദേ മാതരം പാടിയാൽ ഉടനെ അവനെ രാജ്യദ്രോഹിയാക്കും, അവനെ മതവർഗീയവാദിയാക്കും, അവനെ പിടിച്ച് കൽത്തുറങ്കലിലടയ്ക്കും. ഇതാണ് മമതാ ബാനർജി സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നയം. എന്തായാലും ഇനി അത് നടപ്പിൽ വരില്ല എന്ന് പശ്ചിമ ബംഗാളിലെ ജനം ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു. ഗുണ്ടായുസത്തിലൂടെ, വോട്ട് പിടുത്തത്തിലൂടെ, ബൂത്ത് പിടുത്തത്തിലൂടെ, മൽപ്പിടുത്തത്തിലൂടെ, മസിൽ പവറിലൂടെ ഒക്കെ ഇത്രയും കാലം അധികാരത്തിൽ തുടർന്ന മമതാ ബാനർജിയുടെ അന്ത്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കാൽക്കീഴിലെ മണ്ണൊലിച്ചു തുടങ്ങിയിരിക്കുന്നു മമതയുടെ. അത് തിരിച്ചറിയാൻ മമത വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മമതാ ബാനർജി ഇനി ഒരിക്കൽ കൂടി പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാകുമെന്ന് ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല.